ഉപ്പും മുളകും co-powered by Q Developers and 24news.com. ശിവ, നീ കിടക്ക്. എനിക്ക് വയ്യ, ചേച്ചി വേണമെങ്കിൽ അപ്പുറത്ത് കിടക്ക്. നീ കിടക്ക്, ഞാൻ അവിടെ ഇരിക്കട്ടെ. എനിക്ക് പനിയൊക്കെ വരണ പോലെ തോന്നുന്നുണ്ട്. ചേച്ചി വേണമെങ്കിൽ അപ്പുറത്ത് പോയി കിടക്ക്. പനിയാ? നീ കിടന്നേ. അപ്പുറത്തെ സൈഡിലെ മെത്തേഡ് സൈഡൊക്കെ ആകെ പരപരാന്നിരിക്കുന്നു, കേടായി. ശിവ, ശിവ, നീ കിടക്കാനല്ലേ പറഞ്ഞു. കണ്ടോ എന്റെ അടുത്ത് നീങ്ങി കിടക്കാൻ. അല്ല, അപ്പുറത്ത് ആ പഞ്ഞൊക്കെ ആകെ കരകരാന്നിരിക്കുന്നു, അവിടെ കിടക്കാനായിട്ട് ഒരു സുഖമില്ല. എനിക്ക് വയ്യ, പനി വരണ പോലെ തോന്നുന്നു. ചുമ്മാ നമ്പർ അച്ഛാ, നീ കിടക്ക പറയാച്ചാ. ഇല്ല സത്യമായിട്ട് അവിടുത്തെ പഞ്ഞിക്ക് രണ്ട് കല്ല് പോലെ. സ്പ്രിംഗ് ഫീഡ് മാട്രസിലല്ലേ? അച്ഛൻ എടുക്കോ? അടങ്ങി ഒതുക്കിട പനിയാണെങ്കിലേ ഒരിടത്ത് സ്വസ്ഥമായി കിടന്നു. കിടന്നു. ബൈ. എന്റെ അമ്മ രാവിലെ ഇങ്ങ് എത്തിയാ? അച്ഛാ, അമ്മേ ഇരിക്കച്ചാ, അമ്മ ഇരിക്കും. ഇത്ര സമയം ഇരുന്നല്ലേടി മോളെ വന്നേ, ഇനി കുറച്ച് സമയം നിക്കട്ടെ. മാമ ഇരിക്കണം. ഇപ്പൊ ബസ്സൊക്കെ പെട്ടെന്ന് കിട്ടും, പക്ഷേ ട്രാഫിക്കാ പ്രശ്നം. സിറ്റിയിലൊക്കെ 1 കിലോമീറ്റർ താണ്ടണമെങ്കിൽ 1 മണിക്കൂർ എടുക്കും. അതെങ്ങനെയാ അമ്മ? ഇപ്പൊ വണ്ടികൾ ചെറപ്രാന്ന് ഇറങ്ങിയല്ലേ? ഒരു വീട്ടിൽ 4 വണ്ടി വെച്ചാണ്. നമുക്ക് വണ്ടി ഇല്ലാന്നും പറഞ്ഞോണ്ട്. അവനോടെ വിഷ്ണു. വിഷ്ണു എന്തായി നിങ്ങളുടെ തീരുമാനം? തീരുമാനം എന്തായിരുന്നു? തീരുമാനത്തിന് ഒരു മാറ്റമില്ല. ആ തീരുമാനം എന്തായെന്നാ ഞാൻ ചോദിച്ചേ. തീരുമാനിച്ച പോലെ തന്നെ നടക്കും കാര്യങ്ങള്. അപ്പൊ ഇവളി ഗൾഫിൽ പോട്ടെന്നോ? ഗൾഫില്ല, ഗൾഫിൽ പോണ നീ. അല്ല, എല്ലാവരുടെയും താല്പര്യം എന്താണോ അതുപോലെ ഞാൻ ചെയ്യാം. ആദ്യം നിനക്കായിട്ടൊരു തീരുമാനം വേണം. നിനക്ക് ആഗ്രഹം ഉണ്ടോ ഇല്ലയോ എന്നാണ് ആദ്യം അറിയേണ്ടത്. അല്ലാതെ നമ്മൾ ചർച്ച ചെയ്തിട്ട് ഒരു കാര്യമില്ല. മാമൻ പറഞ്ഞ 100% ശരിയാണ്. മക്കളെ അപ്പൂരം പോകുന്നേക്കണ്ട. ഞാൻ കണ്ടല്ല. ശ്രീകുട്ടൻ ഇന്ന് വിളിച്ചു. അയ്യോ, ഇന്നലെ ചെറപ്രാന്ന് വിളിയായിരുന്നു. നിന്നെ വിളിച്ചോ? എന്നല്ല അവളെ. ഗൾഫിലെ പറഞ്ഞ ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചതിന് മറുപടി പറയടാ. ഗൾഫിലെ കാര്യം നോക്കിയിട്ട് പറമ്പിൽ ആൾക്കാർ ഇപ്പൊ പഠിക്കാനുണ്ടാ? ഇന്നാരുമില്ല, മറ്റന്നാളത്തേക്ക് ഒരു 3-4 പേര് നിർത്തിയിട്ടുണ്ട്. എടാ, ഞാൻ ചോദിച്ചതിന് മറുപടി പറയാം. ഗൾഫിൽ പോകുന്ന കാര്യം എന്തായെന്ന്? അതെ, ഈ തെങ്ങിന് തടവെടുക്കണമെന്ന് പറഞ്ഞില്ലേ? എന്തായി? തടവെടുത്ത ആൾക്കാരെ നിർത്തിയാ? അല്ല മാമി, കിണറ്റില് വെള്ളം ഉണ്ടാ? കിണറ്റിൽ ഇപ്പൊ കുടിക്കാൻ വെള്ളമുണ്ട്. കാരണവന്മാർ കുളം വെട്ടിയിട്ട് കൊണ്ട് മുങ്ങി കുടിക്കും. കുളം തോണ്ടിട്ട് നന്നായി. അല്ല, കുളം വെട്ടിയുണ്ടായി, ഇപ്പം കുടിക്കാൻ ചെയ്യാം. ഇനി അടുത്ത മഴയത്ത് നമുക്ക് ഈ മഴ വെള്ളം ശേഖരിക്കണം, കുറെ മഴക്കുഴികൾ ഉണ്ടാക്കണം. നീലു, ശ്രീകുട്ടൻ നിശായുടെ കാര്യം വല്ലതും പറഞ്ഞോ? ഞാൻ എന്തെങ്കിലും പറയുമ്പോ നീ എന്താ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നത്? നീലു, ശ്രീകുട്ടൻ വിസയുടെ കാര്യം എന്തെങ്കിലും നിന്നോട് പറഞ്ഞോ? എന്നോടൊന്നും പറഞ്ഞില്ല, വിസയുടെ കാര്യം ഒന്നും പറഞ്ഞിട്ട് ഒന്നും മിണ്ടായിരിക്കും. ചായ ഓർഡർ ചെയ്യും. ചായ ഇടാ. ബാ അമ്മേ, അമ്മങ്ങ് വാ. പറഞ്ഞ ഉടനെ കലവിലാന്നങ്ങ് തുടങ്ങുവാൻ ഒരു കാര്യം പറയാൻ സമ്മതിക്കത്തില്ല. പണ്ടേ ഉള്ളത് അവന്. കുളിക്കാം. ഞാൻ രാവിലെ കുളിച്ചിട്ടാവും. അപ്പൊ ഞാൻ കുളിച്ചിട്ട് വരാം. കുളിച്ചല്ലേ? ചൂടുവെള്ളത്തിൽ ഒന്നും കൂടെ കുളിക്കാന്ന്, ചൂടാക്കി കുളിക്കാം. അല്ലെങ്കിൽ വേണ്ട, കുളിക്കണ്ടല്ലേ, വെറുതെ വെള്ളം വേസ്റ്റാക്കണത്തിന്. നീ എന്തൊക്കെയാണായി പറയുന്നത്? ആദ്യം ഇത്തിരി തണുത്ത വെള്ളം തന്നെ കൂടെ ഒഴുകി നന്നായിട്ട് തണുക്കട്ടെ. ചൂടാക്കാൻ ഇവിടെ ആളുള്ളപ്പോ പിന്നെ ചെല്ലടാ, തണുക്കട്ടല്ലേ? തണുക്കട്ടെ, ചെല്ലേ. ഗൾഫിൽ കൊണ്ട് മാമൻ ഗൾഫിലായിട്ട് പോണ? ഞാന് നീ വരുന്നോ? മാമിങ്ങനെ വിപ്രാളപ്പെട്ട് നിൽക്കണം, അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. നമുക്കൊന്നിച്ചാണ് പോകണം. അവിടെ സ്വസ്ഥത തരൂലായിരിക്കും. എടീ, ഇത് ദൈവമായിട്ട് കൊണ്ടെത്തുന്ന ഒരു അവസരമാണ്. ശ്രീകുട്ടൻ അവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. നീ പോയാ അവന്റെ കൂടെ നിനക്ക് താമസിക്കാൻ ചെയ്യാം. അത് അവനൊരു തുണയാകും. എന്തൊക്കെ അറിഞ്ഞാലും അമ്മ പോയന്നെ ഞാനും ഉണ്ടാകും പുറകെ. അത് ഞാൻ ആലോചിച്ചു. നീ ചെന്ന ഉടനെ ഇവനൊരു വിസ അയച്ചു കൊടുക്കണം. ഇപ്പം ഗൾഫിൽ പോകാൻ എളുപ്പമാണ്, പക്ഷെ പിടിച്ചിരിക്കാനാണ് പാട്. അതെന്താ? അതെ, അത് അതിനെപ്പറ്റി നമ്മൾ ഇന്നലെ സംസാരിച്ചല്ലേ?
അവിടെ സ്വകാര്യവൽക്കരണം തുടങ്ങി. അവിടെയുള്ള മലയാളികളെ കംപ്ലീറ്റ് ഇങ്ങോട്ട് പറഞ്ഞിരിക്കുകയാണ്. അവിടെ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാനാണെങ്കിൽ പിന്നെ ഇവിടെ എന്തിന് പോണത്? അങ്ങനെ പെട്ടെന്ന് തിരിച്ചു വരാനാണെങ്കിൽ പിന്നെ എന്തിനാ അവരങ്ങോട്ട് വിളിച്ചത്? തന്നെയല്ല ഫ്രീ വിസ അല്ലേ, കാശ് മുടക്കൊന്നും ഇല്ലല്ലോ. 6 മാസം ജോലി ചെയ്താൽ കാശും കിട്ടും. ആ ഫ്രീ വിസയിൽ പോണേ കൊള്ളാം, ഫ്രീ ആയിട്ട് ജോലി എടുപ്പിക്കായിരുന്നാ മതി അവിടെ. അച്ഛൻ മിണ്ടാണ്ടിരിക്കണ്ട. കുട്ടുമോൻ എല്ലാ കാര്യം നല്ല ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്യും, അല്ലാണ്ട് അച്ഛനെ പോലെ അല്ല. ഓ നിന്റെ അച്ഛനെ പോലെ അച്ഛൻ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല. എന്റെ മാമി അതൊന്നും അല്ല. അവളെ ഇവിടെ ചെറിയൊരു കമ്പനിയിലാണ് ഇതുവരെ വർക്ക് ചെയ്തിരുന്നത്. ചെറിയ കണക്കൊക്കെയാണ് നോക്കിയിരുന്നത്. അവിടെ ചെല്ലുമ്പോ അതൊന്നും അല്ല. ഒന്നീ അവള് MBA പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ CA പഠിച്ചിരിക്കണം. ഇരയാളിൽ ഒന്ന് പഠിച്ചിട്ടുണ്ട് അവള്. അതിന് കണക്ക് നോക്കാൻ MBBS പഠിക്കണോ? അതെ, ഞാൻ ഫസ്റ്റ് ക്ലാസ്സോടെ MCOM പാസ്സായതാ. ഒരു കമ്പനിയിലെ കണക്കൊക്കെ നോക്കാൻ എനിക്കറിയാം. അയ്യടാ, ഇവിടുത്തെ ലൊട്ടിലൊട്ട് കണക്കല്ല, മൾട്ടിനാഷണൽ കമ്പനി കോടിക്കണക്കിനുള്ള കണക്കിലാണ് നോക്കേണ്ടത്. എങ്ങാനും പഴു വരുത്തിയ ഒന്നീ ജയിലിലടയ്ക്കും, അല്ലെങ്കിൽ ചാട്ട വാർത്തടിക്കും, അല്ലെങ്കിൽ തലവെട്ടിക്കളയും. ഇങ്ങനെ ഓരോ തടസ്സങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ആർക്കും പോകാൻ പറ്റില്ല. പോയാൽ നിന്റെ കുടുംബത്തിനും കൊള്ളാം, എനിക്ക് അത്രേ പറയാനുള്ളൂ. അല്ല പിന്നെ നാട്ടുകാരെ മൊത്തം മതി. എന്നെ കൊണ്ടേ ഈ ദിനാറും ഡോളറും എന്നൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുമോ? എന്തേ പറ്റാത്തെ? എന്തേ പറ്റാത്തെ? പറ്റുമോ നിനക്ക്? നീ കണ്ടിട്ടുണ്ടാ? നീ ദിനാറ് കണ്ടിട്ടുണ്ടാ? അതെ, ഒരു കാര്യം ചോദിക്കട്ടാ, മുടി മാറ്റിയടാ. ഒരു കാര്യം ചോദിക്കട്ടാ, നിന്നെ കൊണ്ടുപോകുമ്പം ശ്രീകുട്ട എന്നെയും കൂടെ കൊണ്ടുപോകാത്ത എന്താ? അപ്പൊ ഇവിടെ കുട്ടികളെ നോക്കണത് ആരാ? കുട്ടികളെ നോക്കാൻ ഇവിടെ ആരെങ്കിലും വേണോ? അച്ഛൻ അവിടെ കൊണ്ടുപോയിട്ട് എന്നാ കാണിക്കാനാ? അച്ഛൻ എന്നാ പണിയെടുക്കാനാ അവിടെ പോയിട്ട്? അപ്പോ നീയും പോവാൻ പോണ ഗൾഫില്? എടാ ചെറുക്കാൻ നോക്കിക്കോ, നിന്റെ തല മൊട്ടയടിച്ച് പുള്ളി കുത്തി ഒട്ടകത്തിന്റെ പുറത്തിരുത്തി ആ മണലാരണ്യം മൊത്തം ഇട്ട് കറക്കും. നീ നോക്കിയാ ഒരു തുള്ളി വെള്ളത്തിനാണ് നീ കിടന്ന് വിളിക്കും. നീ അപ്പഴേ അച്ചാന്ന് കിടന്ന് വിളിക്കാൻ പോണ. നീ ഓർമ്മിച്ചോ നീയും അനുഭവിക്കും ഇതുപോലെ. അതിന് നടുവോടിയും പണിയെടുത്ത് 5 പൈസ കിട്ടൂല, തെണ്ടി തിരിഞ്ഞ് കുത്തുവാലെടുത്ത് തിരിച്ചിവിടെ വരും. നോക്കിക്കോ, ഗൾഫിൽ പോകണം. മുട്ടടിപ്പിക്കാമ എനിക്കറിയില്ല, പോയി ശീലുണ്ടാവും അച്ഛന്. ആ മാമനും മാമി ഇവിടെ വന്നിരിക്കണ. നീ ഇങ്ങോട്ട് വന്നിരിക്കണം. ഇല്ല, കുറച്ച് പണിയുണ്ട്, ഞാൻ ഇവിടെ ഇരിക്കാം. പണിയൊക്കെ നമുക്ക് പിന്നെ നോക്കാം. നീ ഇവിടെ വന്നിരിക്കേ. പറയുന്ന കേക്കടാ. ഓ ഇരുന്ന് മാം പറ എന്താണ്? അങ്ങോട്ട് ചേട്ടാ പോടേ. പിള്ളേരവിടെ നിൽക്കട്ടാ. പിന്നെ അവിടെ ഇരിക്കാൻ ചെയ്യട്ടെ. അവള് ഗൾഫിന് പോകുന്ന കാര്യത്തെ കുറിച്ച് നീ വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. അത് നിങ്ങളെല്ലാം കൂടെ വന്നിട്ട് വളഞ്ഞിരുന്ന് ചർച്ച ചെയ്ത് കാര്യങ്ങൾ തീരുമാനിക്കാന്ന് വിചാരിച്ചു. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാ എത്രയും പെട്ടെന്ന് അവളെ പറഞ്ഞു വിടണം. എന്നാ പിന്നെ ഉച്ചക്കത്തെ ഊണ് കഴിഞ്ഞാൽ ഉടനെ പറഞ്ഞു വിട്ടേക്കാം. ഒരു കളി തമാശ. ഈ മാമിയിലെ ഒരു കാര്യം, കാളെ പെട്ടെന്ന് കേട്ടാ ഉടൻ കയറെടുക്കും. മാമി ഈ ഒപ്പ ശ്രീകുട്ടന്റെ കല്യാണ കാര്യത്തിൽ കാണിച്ചെങ്കില അവ ഇപ്പൊ നല്ലൊരു കുടുംബക്കാരനായാലും. ഓ കുടുംബക്കാരനായവന്റെ കാര്യം പറയാതിരിക്കുന്ന ഭേദം. ഇനി അതൊന്നും പറഞ്ഞ സമയം കളയണ്ട. അമ്മയെ ഗൾഫിൽ വിടുന്ന കാര്യത്തെ കുറിച്ച് മാത്രം ചർച്ച ചെയ്താൽ മതി, അല്ലേ പൂപ്പ? അയ്യോ, നീലുവിന് വേറെ പ്രശ്നമൊന്നുമില്ല, അവള് പോകാൻ തയ്യാറാണ്. ആകെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാ പിള്ളേരെ പഠിത്ത കാര്യം, പിന്നെ ആഹാരത്തിന്റെ ചില പ്രശ്നങ്ങളുണ്ടല്ലേ നീലു? അതൊന്നും കാര്യമാക്കണടാ. ഇവിടെ പോയാ ഒരു 4-5 വർഷം നിൽക്കണം. എന്തോ ഒരു 4-5 വർഷം? അപ്പം ഇടയ്ക്ക് വരൂലേ? ഇടയ്ക്ക് ലീവ് എടുത്ത് വരാമല്ലോ. ഒരു 5 വർഷം വർക്ക് ചെയ്യാൻ കണക്കാക്കി പോവുക. പിള്ളേർക്ക് പടവലത്തൊന്നും പഠിക്കാമല്ലോ. അത് പിള്ളേർ ഇവിടുത്തെ സ്കൂളിലല്ലേ പഠിക്കണേ? സ്കൂൾ മാറ്റാം. ഇവിടുന്ന് പൊക്കെ എടുത്ത് പടവലത്തോണ്ട് വയ്ക്കാം. എന്താ പറയേ ബാലു, അവിടെ നല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളൊക്കെ ഉണ്ട്. എനിക്ക് വിഷമം അതല്ല, ആ പാട പൊടിയുടെ അത്ര ഇത്രയേ ഉള്ളൂ. എവിടെ അമ്മയില്ലാതെ വളരും, എവിടെ കാര്യം ആര് നോക്കും? ഞാൻ നോക്കൂടെ കാര്യം. നോക്കും. കുട്ടികളുടെ കാര്യം ആലോചിക്കുമ്പോൾ വിഷമമുണ്ട്, പക്ഷേ അവർക്ക് വേണ്ടിയിട്ടാണല്ലോ പോണേന്ന് ആലോചിക്കുമ്പോൾ ഒരു സമാധാനം ഉള്ളത്. എല്ലാം കൂടി ആലോചിച്ചാൽ പോകാനൊന്നും പറ്റിയൊന്നുമില്ല. അപ്പൊ പോവെന്ന് തീരുമാനിച്ചു. ശ്രീകുട്ടൻ വിളിച്ചു. വൈകിട്ട് വിളിക്കുവോ അച്ഛാ? വിളിക്കുമ്പോൾ വിശദമായിട്ട് കാര്യങ്ങൾ സംസാരിക്കണം. അതെ അപ്പൂപ്പ, വേറെ ഒരു പ്രശ്നമില്ല. നമ്മളൊന്ന് സമ്മതം മൂലം മതി, എല്ലാം റെഡിയാ. അച്ഛൻ സമ്മതം മൂലം. ശരി, ഇവിടെ വന്ന് കിടക്കാണോ? വന്ന് ഭക്ഷണം കഴിക്കും. എല്ലാവരും കഴിക്കണുണ്ടില്ലേ? എല്ലാരും കഴിക്കും. അവർക്ക് ഭയങ്കര സന്തോഷമുണ്ടല്ലോ. എനിക്ക് തൊണ്ടേന്ന് ഇറങ്ങണ്ടേ? അതൊക്കെ മാറും ബാലു. 1 വർഷം കഴിയുമ്പോൾ ലീവ് കിട്ടും. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരില്ലേ? മാത്രമല്ല, നമുക്ക് ഇനി കുറച്ച് പൈസ ഉണ്ടാക്കിയേ പറ്റുള്ളൂ. കുട്ടികളൊക്കെ വലിയ ക്ലാസ്സിലായി കഴിയുമ്പോൾ ഒരുപാട് ചെലവില്ലേ? പിന്നെ ഇത് ദൈവം തന്നൊരു അനുഗ്രഹമായിട്ട് കണ്ടുകൂടെ? ദൈവം തന്ന അനുഗ്രഹം തന്നെ സമ്മതിച്ച്. പക്ഷെ ചില ആൾക്കാർ പറഞ്ഞതേ,
അവിടുത്തെ അറിവുകളെ ശരിയല്ല ഈ പെണ്ണ് അത് നമ്മൾ എവിടെ ചെന്നാലും നമ്മളായിട്ട് നിന്നാൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഇപ്പൊ ഓഫീസിൽ തന്നെ എനിക്ക് പ്രശ്നങ്ങളില്ലേ? ഉണ്ടല്ലോ. പിന്നെ അവിടെ ചെല്ലുമ്പോൾ ശ്രീകുണ്ണില്ലേ കൂടെ, പിന്നെന്ത് പേടിക്കാനാ? ഞാൻ ഉള്ള പോലെ വരുമോ? ഞാൻ ഇല്ലല്ലോ. അതങ്ങ് വിട്. ഞാൻ അവിടെ ചെല്ലട്ടെ. അവിടെ ചെന്നിട്ട് അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ബാലുവിനൊരു ജോലി ശരിയാക്കാം. എന്നിട്ട് ബാലു അങ്ങോട്ട് കയറി വന്നാൽ മതിയല്ലോ. ശരിയാവുന്ന ഞാൻ നടക്കൂല. എടി നിന്റെ അനിയൻ ശ്രീകുട്ടൻ സമ്മതിക്കൂല. അവന് ഞാൻ ഇങ്ങനെ സ്വന്തമായിട്ട് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കാൻ ഇഷ്ടമില്ല. എന്നും ഞാൻ നിന്റെയൊക്കെ കീഴിൽ നിൽക്കണം. അതാണ് അവന് ഇഷ്ടം. അവൻ അങ്ങനെയൊന്നുമില്ല. ഒന്ന് പോവാലോ. ഇല്ല അവന്. വാ വന്ന് ഭക്ഷണം കഴിക്കും. വേണ്ടത് ഇപ്പോ വാ എനിക്ക് വന്ന് ഇങ്ങോട്ട് വിടുന്നു. വാ ഇങ്ങോട്ട് എണീറ്റേ. അമ്മ എന്ത് നെഞ്ചു വേദന? അത് ഗ്യാസിന്റെ ആയിരിക്കും. വലതുവശത്തല്ലേ ഗ്യാസിന്റെ ആണ്. എനിക്ക് വാങ്ങിക്കോട്. ഇപ്പൊ ഇടതുവശത്ത് ഇങ്ങനെ കുത്തി പിടിക്കുന്നു. കുത്തി വരുന്നത് ഗ്യാസിന്റെ ആണ്. എണീറ്റ് വാ ബാലു. ഒന്നും പറ്റില്ല. എണീറ്റ് വാ ഇങ്ങോട്ട്. അതെ നീ പോകുമ്പോ എനിക്ക് വല്ലതും പറ്റിയ? ഒന്നും പറ്റിയൊന്നുമില്ല. നമ്മളിവിടെ ദൈവമില്ലേ? എന്റെ ഇവിടെ ദൈവമില്ല. എനിക്ക് മനസ്സിലായി. എന്റെ ഇവിടെ ദൈവമില്ല. നിന്റെ കൂടെ ദൈവം. ഒന്ന് എണീറ്റ് വാ ബാലു. ഒന്ന് അയ്യോ ഈ പോ, ഞാൻ വരാം. പെട്ടെന്ന് വരണം കേട്ടോ. പെട്ടെന്ന് വരാം. പോ. അച്ഛൻ ഇവിടേക്ക് വരുന്ന ചുമ്മാ അല്ല, അത് നോക്കിയപ്പോ കണ്ടില്ല. എന്താ ചേച്ചിട്ട് വിഷമം പോലെ? എങ്ങനെ വിഷമിച്ചായിരിക്കും? നിങ്ങളെല്ലാം കൂടെ കടലെടുത്ത് അമ്മ വിടാൻ പോവല്ലേ? നിങ്ങൾക്ക് അതിൽ വിഷമമില്ലായിരിക്കും. പക്ഷെ എനിക്ക് വിഷമമുണ്ട്. അച്ഛാ ഞങ്ങൾക്ക് വിഷമൊക്കെ ഉണ്ട്. നമ്മുടെ അമ്മ ഇവിടെ കിടന്ന് എത്ര പെടപ്പാട് പെട്ടിട്ട് നമ്മുടെ പ്രശ്നങ്ങളൊന്നും സോൾവ് ആവണില്ലല്ലോ. ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങളാ. അപ്പൊ അമ്മ ഒന്ന് ഗൾഫിൽ പോയാൽ നമ്മുടെ ലൈഫ് സ്റ്റൈലേ മാറില്ല അച്ഛാ. അച്ഛനൊന്ന് സമാധാനിക്കേ. ആദ്യം അമ്മ പോവും, പിന്നാണെങ്കിലും മുടിയൻ ചേട്ടൻ പോവും, പിന്നെ അച്ഛനും പോവും. അതിൻ്റെ ഉടനെ ഞങ്ങളും വരും. നമുക്ക് കുറച്ചു കാലമേ ഗൾഫിൽ അടിച്ച് പൊളിക്കാം. സംഭവം കൊള്ളാം, പക്ഷെ നടക്കൂല. ദാണ്ട എന്നെ കൊണ്ടുപോകാൻ ആള് പറഞ്ഞു. എന്താ മക്കളെ അച്ഛൻ പറഞ്ഞത്? അമ്മ പോകണ്ടെന്ന് പറയാണോ? ഇതെന്തോ നമ്മള് പറഞ്ഞെന്തോ, മാമി പറഞ്ഞെന്തോ? ഡാ നിന്റെ മനസ്സിലിരിപ്പ് എനിക്കറിയാം. നിന്നെ ഞാൻ കൊച്ചിലെ കാണുന്നല്ലേടാ. മാമി ഒരു കാര്യം ചെയ്യും. നീല് പോകുമ്പോഴേ മാമിക്ക് ഒരു വിസ അയച്ചു തരാൻ പറ. മുട്ടുവനിക്കൊക്കെ നല്ല മരുന്നുണ്ട്. ഒട്ടകത്തിന്റെ പാല് ബെസ്റ്റാണ്. നീ കേട്ടിട്ടുണ്ടോ അങ്ങനെ? അല്ലെങ്കിൽ കാര്യം ചെയ്യും. വേദന കുറഞ്ഞില്ലേലും കുഴപ്പമില്ല. അവിടെ കുറച്ച് ദിവസം അടിച്ച് പൊളിച്ചങ്ങ് ജീവിക്കാൻ നോക്ക്. ഇനി എന്തോന്ന് അടിച്ചു പൊളിക്കാനാടാ? അടിച്ചു പൊളിച്ചൊരു യാത്രയുണ്ട് 4 പേരുടെ തോളിൽ. അതൊന്ന് നീ വരുന്നോ? അല്ല അകത്തേക്ക് വരുന്നോന്ന്. സൂക്ഷിച്ചു പോണേ. മുട്ട് ഓ അമ്മോ, ഇതുപോലത്തെ സാധനം നമുക്കായിട്ട് വച്ചിരുന്നില്ലടേ അമ്മായിയുടെ വേഷത്തിൽ. കേശുവേ, അപ്പൂപ്പനെ വിളിക്കും. വിളിക്കാമേ. അച്ഛനെന്തേ മോനെ? അച്ഛൻ പുറത്തുണ്ട്. ചായ. നീലു, നീ പടവലത്ത് വരുമ്പോ ഭാരതി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഒന്ന് കയറണം. കുട്ടികളുടെ ഈ വർഷത്തെ പരീക്ഷ കഴിഞ്ഞില്ലേ? അടുത്ത വർഷം നമുക്ക് അവരെ അവിടെ ചേർത്ത് പഠിപ്പിക്കാം. എന്താ ബാലു, അതല്ലേ നല്ലത്? ആ സ്കൂളിന് വലിയ സ്റ്റാൻഡേർഡിൽ ആരോ പറഞ്ഞായിട്ട്. ആര് പറഞ്ഞു? ജംഗ്ഷനിൽ ചായ കുടിച്ചിരുന്നപ്പോഴേ രണ്ടുപേര് പറഞ്ഞോണ്ട് ഇങ്ങനെ പോണു. നല്ല ഒന്നാന്തര സ്കൂളാ. അടുത്ത വർഷം പിള്ളേർ അവിടെ തന്നെ പഠിക്കട്ടെ. അല്ല, കുട്ടികൾ പടവലത്ത് നിൽക്കുമ്പോ ബാലു എവിടെ നിൽക്കും? നെയ്യാറ്റിൻകര നിൽക്കുമല്ലേ? ഞാൻ നെയ്യാറ്റിൻകര പിള്ളേരെങ്ങനെ കാണണേ? മാസത്തിലൊരിക്കൽ വരണം. 1-2 ദിവസം അവിടെ നിൽക്കുകയും ചെയ്യാം. കൊള്ളാം. അച്ഛൻ നെയ്യാറ്റിൻകര, പിള്ളേരെ പടവലത്ത്, അമ്മ ഗൾഫില്. പൈസ ഉണ്ടാക്കാൻ പോവില്ല. ഇതൊക്കെ സഹിക്കണമല്ലോ അല്ലേ മാമി? എടാ നമുക്ക് എന്തെങ്കിലും ചെയ്യാവടാ. ആദ്യം അക്കരെ എത്തട്ടെ. അമ്മ എന്തായാലും നാളെ തന്നെ പോയി പാസ്പോർട്ടിന് അപേക്ഷിക്കുന്ന. എന്തായാലും പോണം. അപ്പൊ ഈ മാസം തന്നെ പോകുന്നില്ലേ അമ്മ? നല്ലത്. അതൊന്നും ശരിയാവുന്നില്ല. അടുത്ത മാസം 10-ാം തീയതിക്ക് ശേഷം പോയാൽ മതി. കാരണം ഓഫീസിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ചെയ്ത് തീർക്കാൻ. അമ്മ എന്തായാലും അപ്പൊ പോവാണ്. അപ്പൊ ഡ്രസ്സ് വാങ്ങിക്കണം, ബാഗ് വാങ്ങിക്കണം, പിന്നെ ഓർണമെന്റ്സ്, ചെരുപ്പ്, അങ്ങനത്തെ കാര്യങ്ങളും വാങ്ങിക്കണം കേട്ടോ. അപ്പൊ ഫ്ലൈറ്റ് ടിക്കറ്റ് റെഡിയാക്കാനോ? അത് പരിചയമുള്ളൊരു ട്രാവൽസ് ഉണ്ട്, അവിടെ വിളിച്ചു പറയാം. ശരിയാവും. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ടെൻഷൻ ഉണ്ട് കേട്ടാ. കാരണം കുട്ടികളൊക്കെ കാണാണ്ട് നിൽക്കാന്ന് പറഞ്ഞാൽ. നീ ധൈര്യമായിട്ട് പോടി മോളെ. നിന്റെ മക്കളെ, എന്റെ ചേച്ചിയുടെ മക്കളെ, അങ്ങനെ എത്രയോ കുട്ടികളെ ഞാൻ വളർത്തിയിട്ടുണ്ട്. എനിക്കതല്ല, നെയ്യാറ്റിങ്ങനെ വിളിച്ചു പറയുമ്പോ ഇനി അവിടെ എന്താണോ പറയാ. അച്ഛൻ സമ്മതിക്കൂല. അച്ഛൻ സമ്മതിച്ചാലും അമ്മ സമ്മതിക്കൂല. അത് ഉറപ്പാണ്. എടാ അവരെയൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞോളാം. നീ ഒന്ന് അടങ്ങുന്നില്ലേ? ഇനി അധികം ദിവസമൊന്നും ഇല്ലട്ടാ പോവാനായിട്ട്. അയ്യോ, ബിസ്ക്കറ്റ് എടുക്കാൻ പറഞ്ഞു. ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു അകത്ത്. പോയി എടുത്തോണ്ട് വാ അമ്മേ. ദേ ശ്രീകുട്ടൻ വിളിക്കുമ്പോ അവള് വരുമെന്ന് പറയണം കേട്ടോ. ബാലു, നീ അവിടെ പോകുന്നടാ? ഞാൻ എന്താ പറഞ്ഞു? ബിസ്ക്കറ്റ് എടുക്കാൻ പറഞ്ഞു. മതി പറഞ്ഞ് നടക്കല്ലേ? ഗൾഫിൽ പോണ്ടേ? എവിടെ ഓർഡർ?
എന്തേ? ഗൾഫിൽ പോകാൻ തീരുമാനിച്ചല്ലേ? ബാലു സമ്മതം മൂളിയല്ലേ? എൻ്റെ സമ്മതം ആകെ വേണം. ചെല്ല്, സന്തോഷമായിട്ട് പോയിട്ടോ. അവിടെ അനിയ ശ്രീകുട്ടനൊക്കെ ഉണ്ടല്ലോ. നമ്മളിവിടെ എവിടെയെങ്കിലും ചുരുണ്ട് പിടിക്കോളാം. ബാലു, നീ ഒന്നും പറയണ്ടടേ, നീ ഒന്നും പറയണ്ട. പണത്തിൻ്റെ മുമ്പ് എന്തോന്ന് സ്നേഹം. പണം ഇല്ലാത്തവൻ പിണം. ശരി, പക്ഷെ നിന്നെ ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടാ. എടി 1.5 ലക്ഷം രൂപ ശമ്പളം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ നീ എന്നെയും പിള്ളേരെ ഇട്ടിട്ട് പോണം. എടി 1.5 കോടി രൂപ മാസം നീ തന്നാൽ ഞാൻ പോകില്ലല്ല. എടി നിങ്ങളെല്ലാം കൂടെ എന്നെ ഗൾഫിൽ പോകണം നിർബന്ധിച്ചല്ല, ഞാൻ പോയില്ലല്ലേ. എന്തുകൊണ്ട്? എനിക്ക് നിന്നെയും പിള്ളേരെ വിട്ട് പോകാൻ പറ്റൂല. ഇപ്പോൾ അവള് പോകാൻ പോണെന്ന് 1.5 ലക്ഷം രൂപ. നമ്മളൊന്നും ഒന്നും അല്ല. പണം ആരെ കണ്ടടി? പണം പപ്പരാവന്. പക്ഷേ നിൻ്റേത് ഞാൻ പ്രതീക്ഷിച്ചില്ല. നീ എങ്ങനെ നമ്മളെ കാണാതെ അവിടെ നിൽക്കണേ? നീ ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇത്ര കാര്യങ്ങളില്ല. പോയാലേ നീ നീലു എവിടെ? അവിടെ അകത്ത്. എവിടെ? അടുക്കളയില്. അച്ഛാ, എന്താ മോളെ? ഞാൻ ഒരു തീരുമാനത്തിലെത്തി. എന്താടി? ഞാൻ ഗൾഫിലൊന്നും പോണില്ല അമ്മേ. എന്തിനാ ബന്ധങ്ങളൊക്കെ കളഞ്ഞ് ഗൾഫിൽ പോയി ജോലി ചെയ്ത് ജീവിക്കണേ? എനിക്കും ബാലുവിനും മക്കൾക്കും ജീവിക്കാൻ ബാലുവിന്റെ എന്റെയും വിഹിതത്തിന്റെ ഒരംശം മതി. അന്തസ്സായിട്ട് ജീവിക്കാം. അച്ഛാ, അച്ഛൻ്റെ മോക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഗൾഫിൽ പോയി ജോലി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതിന്റെ ആവശ്യമൊന്നുമില്ല മോളെ. മോളെ ഞാനിത് അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു. പണവലം കുട്ടമ്പിള്ളയുടെ മോക്കും കൊച്ചുമക്കൾക്കും അടുത്ത തലമുറയ്ക്കും അന്തസ്സായി ജീവിക്കാനുള്ള സ്വത്ത് ദൈവം സഹായിച്ച് നമുക്ക് വന്നിട്ടുണ്ട്. നീ എങ്ങും പോകണ്ട മോളെ. പിന്നെ ശ്രീകുട്ടൻ അവനൊരാണല്ലേ, അവനവിടെ നിൽക്കട്ടെ. കറക്റ്റ്. ഇവൻ അകത്തേക്ക് പോയപ്പോഴേ ഞാൻ വിചാരിച്ചു ഇങ്ങനെയൊക്കെ നടക്കുന്നു. ഭാർഗവ മോളെ കേട്ടോ. എന്താടാ നമ്മള് 4 അക്ഷരം പഠിച്ച് ജോലി വായിച്ചാൽ നമുക്ക് കൊള്ളാം. ഈ സ്വത്തുള്ള കുടുംബത്തിലേക്ക് ജനിച്ചാൽ ഇതാ കുഴപ്പം. ഈ സ്വത്ത് അവിടെ കിടക്കുകയും ചെയ്യും, നമ്മളാണെങ്കിൽ ബടാ പറഞ്ഞു നടക്കുകയും ചെയ്യും. എന്നാൽ നിത്യാലോചന വഴിയും കാണത്തില്ല. ഇടി ഇതാടിയെ പറയുന്നത് ആധാരത്തിലുണ്ട്, അത്താഴത്തിൽ ഇല്ലെന്ന്. കീർപ്പൂരിന്ന് പടിയിടി.